ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഹെയർ കെയർ ചാലഞ്ച് 3 ആണ്. അപ്പോൾ ഇന്നത്തെ ഒരു ചാലഞ്ചിൽ ഞാൻ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സാണ് ഹെയർ കെയർ ആയിട്ട് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഹെയർ പാക്കും ഉണ്ട്. അതായത് കുറച്ച് തുളസി, പിന്നെ കുറച്ച് ചെമ്പരത്തി ഇല, പിന്നെ വെറ്റില ഇലകൾ ഇട്ടിട്ട് നന്നായി അരച്ചെടുത്തിട്ട് ഇതിൽ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ ചേർക്കാം, ഇല്ലെങ്കിൽ ആവണക്കെണ്ണ ചേർത്തിട്ട് വേണമെങ്കിൽ മിക്സാക്കിയിട്ട് തലയിൽ പുരട്ടി 20 മിനിറ്റ് വെച്ചിട്ട് കഴുകി കളയാവുന്നതാണ്. ഇത് ഒരു താരൻ പോകാനും പിന്നെ മുടി കൊഴിച്ചിൽ മാറാനുമാണ് ഞാൻ ഹെയർ പാക്ക് ചെയ്ത് വാഷ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് എണ്ണ വെച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ഡ്രൈ ആൻഡ് ഫ്രീസി ഹെയർ ആയതുകൊണ്ട് ഞാൻ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഡിലീറ്റായിപ്പോയി. അതായത് എൻ്റെ ഫോണിൽ കുറച്ച് പ്രോബ്ലം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ഇതാണ് ചെയ്യേണ്ടത്. തേർഡ് ഡേ ആയിട്ട് ഹെയർ കെയർ ചെയ്യേണ്ടത് ഒരു ഹെയർ പാക്കും പിന്നെ ഫുഡിൽ ഒരു ക്യാരറ്റും പിന്നെ കുറച്ച് നട്ട്സ്. അത് കാഷ്യൂസ് ആവാം, ഇല്ലെങ്കിൽ ബാദാം ആവാം. നിങ്ങൾക്ക് ബാദാം ആണെങ്കിൽ സോക്ക് ചെയ്തിട്ട് വേണം കഴിക്കാനായിട്ട്. ഓക്കെ. അപ്പം ഓണമായതുകൊണ്ട് തിരക്കായിപ്പോയി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോസ് ഇടാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കണ്ടിന്യൂ ആയിട്ട് ഞാൻ വീഡിയോസ് ഇടാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു ഹെയർ കെയർ ചാലഞ്ചിൽ പങ്കെടുക്കുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ഈ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക ഈ ചാനലിന്. പിന്നെ എന്ന് പറയാനുള്ളത്, നൈറ്റ് ആകുമ്പോൾ സ്കാൽപ്പ് മസാജ് കൊടുക്കുക. രാവിലെ എണീറ്റിട്ടും രാത്രി കിടക്കുന്നതിന് മുമ്പ് ഇത് ഡെയിലി ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് സ്കാൽപ്പ് മസാജ് കൊടുക്കുമ്പോൾ സ്ലോലി വിട്ട് ഒരു 5 മിനിറ്റോളം ചെയ്താൽ മതി. ഒരുപാട് പ്രഷർ കൊടുത്താൽ തന്നെയാണ് അത് റൂട്ട്സിന് പ്രഷർ ജാസ്തിയായിട്ടാണ് മുടി കൊഴിച്ചിലുണ്ടാവുന്നത്. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. പിന്നെ രാത്രി നേരത്ത് നിങ്ങളൊന്നും എണ്ണ ഒന്നും ഇടാതെ ഇരിക്കുക. എണ്ണ ഉപയോഗിക്കുന്നത് കൊണ്ട് നീരിറക്കത്തിൻ്റെ പ്രശ്നം ഉണ്ടാവും, പിന്നെ പനി പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്, പിന്നെ തലവേദനയും അത് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഈ ഹെയർ കെയർ ചാലഞ്ച് എടുക്കുമ്പോൾ എപ്പോഴും നൈറ്റ് ഹെയർ ഓയിൽ ചെയ്യാണ്ടിരിക്കുക. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ദിവസം ഇൻവേർഷൻ മെത്തേഡ് മസാജ് ചെയ്യുന്നത് ഞാൻ ഒരു ഡേ ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അത് ഡേ ടൈം മാത്രം ചെയ്യുക. പിന്നെ നൈറ്റ് വേണം, ഒരു 5 മിനിറ്റ് ചെയ്താൽ മതി. നൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നൈറ്റ് ചെയ്യാം, പക്ഷെ ഒരുപാട് BP പ്രശ്നമുള്ളവർ, തലവേദന, നീരിറക്കത്തിൻ്റെ പ്രശ്നം, ഇങ്ങനെയുള്ള സൈനസ് പ്രോബ്ലം ഉള്ളവർ നൈറ്റ് ചെയ്യണ്ട. അപ്പോൾ മോർണിംഗ് മാത്രം ഒരു 5 മിനിറ്റ് ഇൻവേർഷൻ മെത്തേഡായിട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് ഈ ഹെയർ കെയർ ചാലഞ്ചിൽ കേട്ടോ. അപ്പോൾ അതൊരു ദിവസം ചെയ്തെടുക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ഡെയിലി ലൈഫിൽ ചെയ്യുമ്പോൾ മോർണിംഗ് പിന്നെ നൈറ്റ് ഒരു 2 മിനിറ്റ്സ് മാത്രം ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്താൽ മതി, ഇല്ലെങ്കിൽ നോർമൽ മസാജ് മാത്രം മതിയാവും കേട്ടോ. അപ്പം ഇതിൽ ഞാൻ എക്സസൈസൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ട്. ഓക്കെ.
ബ്രീതിങ് എക്സസൈസ്, പിന്നെ ഹെയർ ഗ്രോ ആവാൻ എക്സസൈസ്, സ്ട്രെസ്സ് ടെൻഷനൊക്കെ കുറയാനും ഹെൽപ്പ് ചെയ്യുന്ന എക്സസൈസൊക്കെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. പിന്നെ നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായത് കമൻറ്റിലൂടെ അറിയിക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ദയവായത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും. ഓക്കെ, റിലേറ്റീവ്സിനും ഫ്രണ്ട്സിനും. ഓക്കെ, അപ്പോൾ അടുത്ത ഒരു വീഡിയോയിൽ കാണാം. ബൈ.